കൊച്ചി കടവന്ത്ര സ്വദേശി സുഭദ്രയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. മയക്കി കിടത്തിയ ശേഷം സുഭദ്രയുടെ കഴുത്തിൽ ഷോൾ മുറുക്കിയാണ് കൊലപാതകം നടത്തിയത്. ആഭരണങ്ങൾ കവരാൻ മുൻപും സുഭദ്രയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നതായി പ്രതികൾ പോലീസിന് മൊഴി നൽകി. സുഭദ്രയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ഷാൾ മുറുക്കിയെന്ന പ്രതികൾ. മാത്യൂസും ഷർമിളയും മാത്യൂസിന്റെ സുഹൃത്തായ റൈനോൾഡും ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. 2 മാസങ്ങൾക്ക് മുൻപ് എറണാകുളം കടവന്ത്രയിൽ വെച്ച സുഭദ്രയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നതായും പ്രതികളുടെ മൊഴി. ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ 2 പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റേതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. അവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചോടെ ക്രോസ് ചെയ്യുന്നുണ്ട്. തെളിവെടുപ്പ് ഒരു പക്ഷേ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം നോക്കാം. മർഡർ ഫോർ ഗെയിൻ. സുഭദ്രയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവരുക, അത് വിറ്റ് പണം കണ്ടെത്തുക, ഇതായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. കൊലപാതകം നടത്താനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്നത് മാത്യൂസിന്റെ സുഹൃത്തായ റെയ്നോൾഡ് ആയിരുന്നു. സുഭദ്രയെ മയക്കിക്കിടത്താനുള്ള മരുന്നെത്തിച്ചു നൽകിയത് റെയ്നോൾഡാണ്. എന്നാൽ കൃത്യത്തിൽ റെയ്നോൾഡിന് നേരിട്ട് പങ്കില്ല. ഓഗസ്റ്റ് 7-ാം തീയതി ഉച്ചയ്ക്കാണ് പ്രതികൾ സുഭദ്രയെ കൊലപ്പെടുത്തുന്നത്. രാത്രിയാകുന്നതുവരെ മൃതദേഹം വീട്ടിൽ സൂക്ഷിക്കുകയായിരുന്നു. രാത്രിയിലാണ് മൃതദേഹം വീടിനോട് ചേർന്ന കുഴിയിൽ കുഴിച്ചിടുന്നത്. പിന്നീട് ആർക്കും സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഇരുവരുടെയും പെരുമാറ്റം. സുഭദ്രയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം മാത്യൂസ് ഷർമിള ദമ്പതികളിലേക്ക് എത്തുന്നത്. ഒടുവിൽ പ്രതികൾ പിടിയിലാകുന്നതും. നിലവിൽ കേസിലെ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഓണാവധിക്ക് ശേഷമായിരിക്കും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തുടർന്നുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ നടക്കുക. റിപ്പോർട്ടർ, ആലപ്പുഴ.